നമസ്കാരം, ഞാൻ ഡോക്ടർ റിൻല മേരി ജോബ്സൺ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രത്തിനെ പറ്റിയിട്ടാണ്, IBS. ഞാൻ ആദ്യം തന്നെ അതിൻ്റെ സിംറ്റംസ് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ നമുക്ക് വയറുവേദന എടുക്കുക. നമ്മുടെ വയറുവേദന എടുത്ത് നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ വയറിളകി പോകുക. ചിലവരിലാണെങ്കിൽ ഇത് മലബന്ധം പോലെയും കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ബ്ലോട്ടിങ് അല്ലെങ്കിൽ വയറ്റിൽ ഗ്യാസ് ഫോം ചെയ്ത ഒരവസ്ഥ. ഇനി നമ്മൾ പൊതുവെ ഒരു സ്ട്രെസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ടെൻഷനായിട്ടോ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു പരീക്ഷയോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഉള്ള സന്ദർഭത്തിൽ നമ്മൾ കുറച്ച് ടെൻസ്ഡ് ആയിരിക്കും. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് വയറുവേദന എടുക്കുകയും നമ്മൾ പെട്ടെന്ന് ബാത്റൂമിൽ പോകണം എന്നുള്ള ഒരു തോന്നലും. ചിലപ്പോൾ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ വയറിളകി തന്നെ പോകാം, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ആയിട്ട് പോകാം. ചിലവരിൽ 2 മുതൽ 3-4 പ്രാവശ്യം വരെയൊക്കെ ഒരു ദിവസം തന്നെ ബാത്റൂമിൽ പോകേണ്ടി വരിക. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സിംറ്റംസ് IBSൻ്റെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രത്തിൽ. ഇനി എന്താണ് IBS എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു കോമൺ ആയിട്ടുള്ള ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസീസാണ്. മെയിനായിട്ട് ഇത് എഫക്റ്റ് ചെയ്യുന്ന ലാർജ് ഇൻറ്റസ്റ്റൈനാണ്, നമ്മുടെ വൻകുടൽ. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വായ വഴി സ്റ്റൊമക്കിലൊക്കെ പോയി സ്മോൾ ഇൻറ്റസ്റ്റൈൻ വഴി പോയി ലാർജ് ഇൻറ്റസ്റ്റൈനിലോട്ടാണ് എത്തുന്നത്. അപ്പോൾ അതിൽ എത്തണ വരെ നമ്മുടെ ഫുഡ് പല സ്ഥലത്തു കൂടെ അബ്സോർപ്ഷനൊക്കെ ധാരാളം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ലാർജ് ഇൻറ്റസ്റ്റൈൻ, അതായത് വൻകുടലിൽ എത്തുമ്പോൾ അബ്നോർമൽ മസിൽ കോൺട്രാക്ഷൻ കാരണം സംഭവിക്കുന്നതാണ് ഈ IBS. ഈ അബ്നോർമൽ മസിൽ കോൺട്രാക്ഷൻ നടക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഈ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ പോകുന്നത് തന്നെ ഒരു മൂവ്മെൻറ്റ് ഉണ്ട്, പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ അതിലൊരു വ്യത്യാസം വരിക. ചിലപ്പോൾ സ്പീഡ് കൂടുന്നതായിരിക്കാം, ചിലപ്പോൾ സ്പീഡ് കുറയുന്നതായിരിക്കാം. അത് കാരണമാണ് മെയിനായിട്ട് ഈ IBS വരുന്നത്. ഈ അബ്നോർമൽ മസിൽ കോൺട്രാക്ഷൻ വരാനായിട്ടുള്ള ചാൻസ് എന്ന് പറയുന്നത് ഈ ബ്രെയിനും ഗട്ടും തമ്മിലുള്ള സിഗ്നൽ ട്രാൻസ്ഫറിങ്, ഈ നെർവ്സും ഹോർമോണൽ ഇംബാലൻസും ഒക്കെ സംഭവിക്കുമ്പോഴാണ് മെയിനായിട്ട് ഈ ഒരു റീസൺ ആയിട്ട് വരുന്നത്. സിഗ്നൽ ട്രാൻസാക്ഷനിൽ ഉള്ളൊരു തകരാറ്. അത് കാരണം നമ്മുടെ ബവൽ മൂവ്മെൻറ്റ് ഓൾട്ടർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള വയറുവേദനയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡയേറിയും കോൺസ്റ്റിപ്പേഷനും ഉണ്ടാകുന്നത്. ചിലവരിൽ വയറ്റിൽ നിന്ന് പോയാലും കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല എന്നുള്ളൊരു ഫീലൊക്കെ വരും കേട്ടോ. ഇനി ഇതിനുള്ള കാരണങ്ങൾ ഞാൻ പറയാം. കുറച്ച് കാരണങ്ങളാണ് നമ്മുടെ ഗട്ട് ബാക്ടീരിയാസിലുള്ള ഇംബാലൻസ്. ഇത് കാരണം IBS ഉണ്ടാകാം. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ട്രിഗറും സ്ട്രെസ്സും. ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എക്സാമിൻ്റെ ടൈമിലൊക്കെ നമ്മൾ ഇച്ചിരി ടെൻഷനായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം അത് കാരണം ടെൻഷനോ സ്ട്രെസ്സോ കാരണം IBS ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഉള്ള ഒരു റീസണാണ് ഹോർമോണൽ ഇംബാലൻസ്. ഹോർമോണൽ ഇംബാലൻസ് ആയിട്ടുള്ള അസുഖങ്ങൾ, ചിലപ്പോൾ തൈറോയിഡിൻ്റെ അസുഖങ്ങളായിരിക്കാം, അത് കാരണമൊക്കെ IBS സംഭവിക്കാം. പിന്നെ വരുന്ന അസുഖമാണ് നമുക്ക് ഇൻഫെക്ഷനുകൾ, ഈ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഇൻഫെക്ഷനുകൾ. അതിൽ ഒരു എക്സാമ്പിൾ പറയുന്നത് ഇപ്പോൾ ഫുഡ് പോയ്സണിങ് സംഭവിച്ചാൽ IBS വരും. അതുപോലെ തന്നെ ചിലർക്ക് ചില ഭക്ഷണങ്ങൾ അവർ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത് ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആൾക്കാരിൽ പാലുൽപ്പന്നങ്ങൾ അവർക്ക് കഴിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കാരണം IBS വരാം. പിന്നെ ജെനറ്റിക്കലായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചാൻസുകൾ വളരെ കൂടുതലാണ്. ഇതൊരു ക്രോണിക് കണ്ടീഷനാണ്, അതായത് പെട്ടെന്നൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മൾ ഇതിനെ കാരണം കണ്ടുപിടിച്ച് നമ്മൾ പയ്യെ തന്നെ നമുക്കിത് കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ ഏതൊക്കെ ടൈപ്പുകൾ IBS ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. മെയിനായിട്ട് 3 ടൈപ്പാണ് ഉള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡയേറിയ പ്രിഡോമിനൻറ്റ് IBS അല്ലെങ്കിൽ IBS-D എന്ന് അറിയപ്പെടുന്നു. ഇതിന് കാരണം എന്ന് പറയുന്നത് മസിൽ കൺട്രാക്ഷൻ വളരെ അധികമാകുന്നതുകൊണ്ട് ഇൻറ്റസ്റ്റൈനിലുള്ള മൂവ്മെൻറ്റ് വളരെ സ്പീഡിലാവും. അപ്പോൾ ആ സ്പീഡിലാവുമ്പോൾ നമ്മുടെ ഫുഡിലുള്ള വെള്ളം വലിച്ചെടുക്കാൻ പറ്റില്ല, അതായത് അബ്സോർപ്ഷൻ ധാരാളം നടക്കില്ല. അത് കാരണം മോഷൻ പോകുമ്പോൾ വയറിളകി പോലെ പോകുന്ന പോലെ നമുക്ക് തോന്നും. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ പ്രിഡോമിനൻറ്റ് IBS-C എന്നും നമ്മൾ ഇതിന് പറയുന്നുണ്ട്. ഇതിൽ മലം പോകുമ്പോൾ കോൺസ്റ്റിപ്പേഷനായിട്ട്, അതായത് മലം പോകാനായിട്ടുള്ള ബുദ്ധിമുട്ട്. ഇതിന് കാരണം എന്ന് പറയുന്നത് മസിൽ കോൺട്രാക്ഷൻ വളരെ കുറവായതുകൊണ്ട് ഈ ഇൻറ്റസ്റ്റൈനൽ മൂവ്മെൻറ്റ് വളരെ സ്ലോ ആയിട്ട് മാത്രമേ നടക്കുകയുള്ളൂ. അത് കാരണം ധാരാളം വെള്ളം അബ്സോർബ് ചെയ്യും ശരീരത്തിലോട്ട്. അതുകൊണ്ട് ഈ മലം ഭയങ്കരമായിട്ട് മുറുകിയിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ ഈ ആൾക്കാർക്ക് എന്ന് പറയുന്നത് ബാത്റൂമിൽ പോയാലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ മലം പോവില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുമായിട്ട് മലം പുറത്തോട്ട് വരേണ്ട അവസ്ഥ. നെക്സ്റ്റ് എന്ന് പറയുന്നത് മിക്സഡ് ആയിട്ടുള്ള, ഇതിൽ കോൺസ്റ്റിപ്പേഷനും കാണാം, ഡയേറിയും കാണാം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇത് വന്നുകൊണ്ടിരിക്കും. നെക്സ്റ്റ് IBS എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഞാൻ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, സ്ട്രെസ്സും ടെൻഷനൊക്കെ, അത് നമുക്ക് മാനേജ് ചെയ്യുകയാണെങ്കിൽ സ്വന്തമായിട്ട് വിചാരിക്കുക. നമുക്ക് സ്ട്രെസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ തന്നെ വിചാരിക്കണം നമുക്ക് ടെൻഷൻ ഉണ്ട് അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ട്, അത് നമുക്ക് എങ്ങനെയും കുറയ്ക്കണം എന്നുള്ളത്. സ്ട്രെസ്സുകൾ നമുക്ക് പല രീതിയിൽ കുറയ്ക്കാം. ഇപ്പോൾ മ്യൂസിക് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ആ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ചിലർ നല്ലപോലെ റിലാക്സ്ഡ് ആവും. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഹോബീസ് ഉണ്ടാവും, ആ ഒരു ഹോബീസിലോട്ട് അവരുടേതായിട്ടുള്ള സമയം കണ്ടെത്തുക. അപ്പോൾ തന്നെ നോർമലി റിലാക്സ് ആവും. ഇനി ഇതൊന്നും പറ്റാത്ത ആൾക്കാർക്കാണെങ്കിൽ
റിലാക്സേഷൻ പ്രാണായാമാസ് ഉണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, യോഗ പോലെയുള്ള എക്സസൈസ്, യോഗ പോലെയുള്ള കാര്യങ്ങളിലോട്ട് നമുക്ക് പോകാം. ചിലർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അതായത് എക്സസൈസുകളൊക്കെ ധാരാളം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, റിലാക്സേഷനും ഹാപ്പി ഹോർമോൺസുകളൊക്കെ. അത് കാരണം നമുക്ക് റിലാക്സേഷൻ കിട്ടും. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസിലോട്ട് കിടക്കാം. മെയിനായിട്ട് നമുക്ക് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡയറ്ററി മാനേജ്മെൻ്റ് ആണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് എന്തൊക്കെ കഴിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം, എങ്ങനെയൊക്കെ കഴിക്കണം എന്നുള്ളതാണ് ഞാൻ അടുത്തതായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. മെയിനായിട്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റ് പോലത്തെ ഭക്ഷണങ്ങളും ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങളും ഒഴിവാക്കണം. കാരണം ലാർജ് ഇൻഡസ്റ്റൈൻ, അത് വൻകുടലിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അബ്സോർപ്ഷൻ വളരെ കുറവാണ്. ഇത് കാരണം കാർബോഹൈഡ്രേറ്റ് അവിടെ വരുമ്പോൾ ഒരു ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് പോലെ നടക്കുകയും നമുക്ക് ഗട്ട് ബാക്ടീരിയാസ് ഉണ്ടെന്നുള്ളത് അറിയാമല്ലോ. അതുകൊണ്ട് നമുക്ക് ബ്ലോട്ടിങ് അല്ലെങ്കിൽ ഗ്യാസ് പോലത്തെ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് മെയിനായിട്ട് കാർബോഹൈഡ്രേറ്റ്, ഷുഗർ പോലത്തെ ഭക്ഷണങ്ങൾ ഒഴിവാക്കും. അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളാണ് ഒരുപാട് എരിവുള്ളതും ഒരുപാട് പുളിയുള്ള ഭക്ഷണങ്ങളും പിന്നെ ഒരുപാട് ഗ്യാസ് ഫോം ചെയ്യുന്ന ഭക്ഷണങ്ങൾ. ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. ഈ ബേക്കറി പലഹാരമാണെങ്കിലും ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ഒരുപാട് എണ്ണയിലിട്ട് വറുത്തത്, ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി എന്തൊക്കെ ഭക്ഷണമാണ് IBS പേഷ്യൻസ് കഴിക്കേണ്ടത്? മെയിനായിട്ട് ഫൈബർ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് IBS കാരണം കോൺസ്റ്റിപ്പേഷൻ അങ്ങനെ മലബന്ധം വരുന്നുണ്ടെങ്കിൽ ഒരുപാട് ഫൈബർ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഇതിന് ഹെൽപ്പ് ചെയ്യും. ഫൈബർ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളാണ് മെയിനായിട്ട് ഇലവർഗ്ഗങ്ങൾ. ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ധാരാളം ഫൈബർ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് കിട്ടുന്ന ഒരു കാര്യമാണ് വാഴപ്പിണ്ടി, അതുപോലെ തന്നെ വാഴയുടെ പൂവ്. ഇതിലൊക്കെ ഫൈബർ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ലോക്കലായിട്ട് കിട്ടുന്നതാണ് ഈ മുരിങ്ങക്കായ. നമ്മൾ സാമ്പാറിലിടുന്ന ആ ഒരു കോല് പോലെ ഇരിക്കുന്നതാണ് മുരിങ്ങക്കായ. ഈ മുരിങ്ങക്കായിലും ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോബയോട്ടിക്സ് ഒരുപാട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. പ്രോബയോട്ടിക്സ് നമ്മുടെ ഗട്ട് ബാക്ടീരിയാസിനെ കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. അതിലാണ് മോര്, തൈര്, കഞ്ഞി, ഈ ഒരു ഭക്ഷണങ്ങളൊക്കെ പ്രോബയോട്ടിക്സ് നന്നായിട്ട് ഉണ്ടാവാനായിട്ട് സഹായിക്കും. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും ഒരുപാട് വയറ് നിറച്ച് കഴിക്കാതെ സ്മോൾ എമൗണ്ടിൽ കഴിക്കുക. പിന്നെ സ്നാക്സ് ഐറ്റംസ് ഒരുപാട് എടുക്കുന്നത് നിർത്തുക. കറക്റ്റായിട്ടുള്ള ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു ടൈമിങ്. ഇപ്പോൾ നമ്മൾ മീൽസ് എടുക്കുകയാണെങ്കിൽ തന്നെ രാവിലെ, ഉച്ചയ്ക്ക്, ഡിന്നർ അങ്ങനെയാണ് എടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഒരുപാട് സ്നാക്സ് കഴിക്കാതിരിക്കുക. ഇതും ഇതിനെ കൂട്ടാനായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഫുഡ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മുടെ ഉറക്കം, സ്ലീപ്പിംഗ് പാറ്റേൺ. നമ്മൾ ഒരേ സമയത്ത് തന്നെ മാക്സിമം കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുക. കുറവ് ഉറങ്ങുന്നതും അതുപോലെ തന്നെ ഒരുപാട് ലേറ്റായിട്ട് ഉറങ്ങുന്നതും നമ്മുടെ ശരീരത്ത് ഹോർമോണൽ ഇംബാലൻസിന് കാരണമാക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ലീപ്പിംഗ് പാറ്റേൺ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുക. ഇതൊക്കെയാണ് IBSന് മെയിനായിട്ട് നമ്മൾ മാനേജ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എന്താണ് IBS, എന്തൊക്കെ സിംറ്റംസ് ആണ് ഇതിന് വരുന്നത്, എങ്ങനെയാണ് വരുന്നത്, എന്തൊക്കെ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഈ വീഡിയോ വെച്ച് നമുക്ക് മനസ്സിലായി കാണും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരിലോട്ടും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, അവർക്കും ഈ കാര്യങ്ങളെല്ലാം അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നൊരു ദിവസം വരാം. ദിസ് ഇസ് ഡോക്ടർ റിൻല മേരി ജോബ്സൺ സൈനിങ് ഓഫ്.